എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 166 ഒന്നാമത്തെ ചോദ്യമാണ് ചെയ്തു നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിൽ രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. എന്താണ് ചോദ്യം? ഫൈൻഡ് ദി ഡെസിമൽ ഫോം ഓഫ് ദി സംസ് ബിലോ. അതായത് ഇവിടെ തന്നിരിക്കുന്ന അല്ലെ ഇതിന്റെ സമ്മ് കണ്ടുപിടിക്കുക. അതിന്റെ എന്തെഴുതണം? അതിന്റെ ഡെസിമൽ ഫോം, അതായത് ദശാംശ രൂപം എഴുതണം. ഓക്കെ, നോക്കിയ 1/5 പ്ലസ് 1/25 പ്ലസ് 1/125 അല്ലെ. ഇതിന്റെ സമ്മ് കണ്ടുപിടിച്ചിട്ട് എന്ത് വേണം? നമ്മൾ ഇതിനെ ഡെസിമൽ നമ്പർ അല്ലെ, അതായത് ദശാംശ രൂപത്തിൽ നമ്മൾ എഴുതണം. നമുക്കറിയാം ഇവിടെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ അല്ലെ, ഒരു രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവയുടെ ഡിനോമിനേറ്റർ, അതായത് ഛേദം സെയിം ആയിരിക്കണം അല്ലെ. അപ്പൊ ഇവിടെ 5 ആണ്, ഇവിടെ 25 ആണ്, ഇവിടെ 125 ആണ്. ഇവിടെ നമുക്ക് സെയിം ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ 5 ഇവിടെ 5 ഇവിടെ 5 വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 1 തമ്മിൽ ആഡ് ചെയ്തിട്ട് ബൈ ഈ 5 എന്നെ ഇട്ട് കൊടുത്താൽ മതി അല്ലേ. പക്ഷെ ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ 5, 25, 125. അപ്പൊ ഇവിടെ നമുക്ക് അതുപോലെ അങ്ങോട്ട് ഒറ്റയടിക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. ഈ ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എളുപ്പപ്പണി എന്താണ്? നമുക്ക് ഇതിനെ ഓരോന്നിനെയും എന്ത് ചെയ്യാം? ഡെസിമൽ ഫോമിലേക്ക് ആദ്യം നമുക്ക് മാറ്റാം. മനസ്സിലായല്ലോ? അപ്പൊ അത് എങ്ങനെയാണ് ഡെസിമൽ ഫോമിലേക്ക് മാറ്റാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. അപ്പൊ നമുക്ക് ഓരോന്നിനും ഇപ്പൊ 1/5 ആദ്യം നമുക്ക് ഡെസിമൽ രൂപത്തിലേക്ക് മാറ്റാം. അതുപോലെ 1/125, അതുപോലെ 1/125. അങ്ങനെ മൂന്നിനെയും മാറ്റിയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ആഡ് ചെയ്യാൻ അറിയാലോ. ആഡ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാൻ പോകും? ഞാൻ 1/5 അല്ലെ, അതിനെ ഞാൻ എന്ത് ചെയ്യാം? അതിനെ ഞാൻ ദശാംശ രൂപത്തിലേക്ക് മാറ്റാൻ പോകുന്നു. എന്താ ചെയ്യേണ്ടത്? 1/5നെ എങ്ങനെ മാറ്റാം? 1/5 വിട്ട് ഇവിടെ നോക്കിയാൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒരു 5 ആണുള്ളത്. അപ്പൊ എന്തുകൊണ്ട് ഗുണിക്കണം? ഒരു 2 കൊണ്ട് ഗുണിക്കണം അല്ലെ. അപ്പൊ 5ന് ഞാൻ 2 കൊണ്ട് ഗുണിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെയും എനിക്ക് 2 കൊണ്ട് ഗുണിക്കണം വേണ്ടേ? ഓക്കെ, ഇന്നത്തെ വരും 1 × 2 2 ബൈ 5 × 2 10. അപ്പൊ 2/10 കിട്ടി 1/5 അല്ലേ. ഇനി നമുക്ക് എളുപ്പം അറിയാം അതൊക്കെ ഒരു 0 ഉള്ളൂ. അപ്പൊ ഇവിടെ എന്ത് വേണം? ഒരു സ്ഥാനം നീക്കി നമ്മൾ 0 ഇടണം, പോയിന്റ് ഇടണം അല്ലേ. അപ്പൊ നോക്കിയേ, അപ്പൊ 2 ആണ്. അപ്പോൾ പോയിന്റ് ഇവിടെ ഇട്ടു, ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടു, ഇവിടെ ഒരു 0 ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ 0.2 എന്ന് കിട്ടി. ഏതിനെ? 1/5നെ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതേപോലെ 1/25 ആണ്. 1/25 എങ്ങനെ എഴുതാം? 1/25. ഇവിടെ ശ്രദ്ധിക്കുക, 1/25 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 × 5 ആണ് 1/25 അല്ലേ. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു 5 × 5 അല്ലേ 25. അപ്പോൾ നമുക്ക് 1/5 സ്ക്വയർ എന്ന് എഴുതി. 25ന് നമ്മൾ എന്ത് ചെയ്ത്? 5 സ്ക്വയർ. ഓക്കെ, ഇനി നോക്കിയാ എന്ത് ചെയ്യണം? 5 സ്ക്വയർ അല്ലേ, 2 5 ഉണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഗുണിക്കണം? 2 എത്ര എണ്ണം വേണം? 2 വേണം അല്ലേ. ഓക്കെ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ 5 സ്ക്വയർ ആണെങ്കിൽ ഇവിടെ 2 സ്ക്വയർ, 2 5 ഉണ്ട്. അപ്പൊ 2 ഇട്ടു. അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? ഇതുകൊണ്ട് തന്നെ ഗുണിക്കേണ്ടി വരും അല്ലേ. അപ്പൊ 2 സ്ക്വയർ ഉണ്ട്, ഞാൻ മുകളിലും ഗുണിക്കുന്നു. ഇനി നോക്കിയേ, 2 സ്ക്വയർ 1 × 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ബൈ 5 സ്ക്വയർ × 2 സ്ക്വയർ. അപ്പൊ 5 സ്ക്വയർ എടുത്ത് പിന്നെ 2 സ്ക്വയർ എടുത്ത് ഗുണിക്കാനൊന്നും നിൽക്കണ്ട അല്ലെ. അതിലുള്ള എളുപ്പപ്പണിയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. എത്ര 5 ഉണ്ട്? 2 5 2 2 ഉണ്ട് അല്ലെ. അപ്പൊ ഒരു 5ഉം ഒരു 2ഉം തമ്മിൽ ഗുണിക്കുമ്പോൾ 10 കിട്ടി. അടുത്ത 5ഉം അടുത്ത 2ഉം ഗുണിക്കുമ്പോൾ 10 കിട്ടി അല്ലെ. അപ്പൊ 2 10, 10 × 10 എത്രയാണ്? 100. ഓക്കെ, ഇനി നോക്കിയേ, 4/100. എത്ര സ്ഥാനം നീക്കി നമ്മൾ പോയിന്റ് ഇടണം? 2 സ്ഥാനം അല്ലെ. 2 0 ഉണ്ട്. അപ്പൊ 4 ഇട്ടിട്ട് ഒരു സ്ഥാനം അടുത്ത നമ്മൾ 0 ചേർത്ത് കൊടുത്തു. അപ്പൊ 1 2 ഇവിടെ പോയിന്റ് ഇട്ടു അല്ലെ. ഇവിടെ നമ്മളൊരു 0 നമ്മൾ ചേർത്ത് കൊടുത്തു. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? 0.04 എന്ന് കിട്ടി. ഇനി നോക്കിയാൽ ഇപ്പൊ നിങ്ങൾക്ക് ഒന്ന് എന്തിനീ വളഞ്ഞ വഴിക്ക് ചെയ്യുന്ന നമുക്ക് ഇതിനോട് എളുപ്പം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ തോന്നുന്നു അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ അറിയുന്നവർ അങ്ങനെ ചെയ്തോ, പെട്ടെന്ന് ചെയ്ത് നോക്കിയാൽ 1/25 എന്ത് ചെയ്താൽ മതി? ഇതിന് നമുക്ക് 4 കൊണ്ട് ഗുണിച്ചാൽ 100 ആയി അല്ലെ. അപ്പൊ ഇവിടെയും 4 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 1 × 4 4 ബൈ 25 × 4 100. കണ്ടില്ലേ? അപ്പൊ ഇതേപോലെ നമുക്ക് ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് വലിയ സംഖ്യകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ചെയ്യൽ എളുപ്പമല്ല. നമുക്ക് പെട്ടെന്ന് ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 100 കിട്ടുക, അല്ലെങ്കിൽ 1000 കിട്ടുക, അല്ലെങ്കിൽ 10,000 കിട്ടുക എന്നൊക്കെ എളുപ്പമല്ല അല്ലെ. അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് തന്നെ ഇവിടെ ചെയ്യാൻ കാരണം. അപ്പൊ ഇങ്ങനെ ചെയ്യേണ്ടവർ എന്ത് ചെയ്താൽ മതി? ഇതേപോലെ ചെറിയ സംഖ്യയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ചെയ്താൽ മതി അല്ലെ. ഇപ്പൊ 5 വന്നു കഴിഞ്ഞാൽ നോക്കിയാൽ 5 × 2 10 ആവാൻ 5 × 2 എന്നറിയാം. അതുപോലെ 25 വന്നു കഴിഞ്ഞാൽ 4 × 25 100 എന്നറിയാം അല്ലെ. അപ്പൊ ഇതുപോലെ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇതേ രൂപത്തിൽ ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇനി 1/125 ഇതിനെ എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പഠിച്ചല്ലേ. 1/25 എന്ന് പറഞ്ഞാൽ എന്താണ്? 125നെ ഘടകങ്ങളാക്കിയൊക്കെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്താണ് അല്ലേ. 5 എത്ര പ്രാവശ്യം പോവും? 12ൽ 2 പ്രാവശ്യം അല്ലേ. 2 5 ഉള്ളൂ, ബാക്കി ഇവിടെ 2 വന്നു. അപ്പൊ 25ൽ എത്ര 5 ഉണ്ട്? 5 5 അല്ലേ, 25. ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. 25ൽ എത്ര 5 ഉണ്ട്?
5 ഇൻറ്റു 5 25 അല്ലേ. വേറെ ഇപ്പോൾ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്തത് അല്ലേ. അപ്പോൾ എനിക്ക് തോന്നേണ്ടത് എന്തുകൊണ്ടാണ് 5 എടുത്തത്, 2 കൊണ്ട് ചെയ്യാറുന്നില്ലേ, 3 കൊണ്ട് ചെയ്യാറുന്നില്ലേ. കാരണം എന്താ, 2 കൊണ്ടും 3 കൊണ്ടും ഒന്നും ഇതിന് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് 125നെ 5 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് എഴുതാലോ. അതായത് 5⁻³ അല്ലേ, 5 ക്യൂബ്. ഇവിടെ നോക്കിയാൽ ഈ 125 നമുക്ക് 5⁻³ എന്നിടാം. അതിൻ്റെ അർത്ഥം എന്താണ്, 5 ഇൻറ്റു 5 ഇൻറ്റു 5 3 5 അല്ലേ. ഓക്കെ, ഇനി ഇതിന് എനിക്ക് എന്ത് വേണം, ഇവിടെ 3 5 ഉണ്ട്, അതുകൊണ്ട് 3 2 വേണം അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ 2⁻³ അപ്പോൾ 3 5 ഉണ്ടെങ്കിൽ 3 2 കൊണ്ട് ഗുണിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് വേണം, മുകളിലും ഇതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യണം, 2⁻³ കൊണ്ട് ഗുണിക്കണം അല്ലേ. ഓക്കെ, ഇനി 2⁻³ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 ഇൻറ്റു 2 ഇൻറ്റു 2 എത്ര കിട്ടും, 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8. അപ്പോൾ ഇവിടെ നമുക്ക് 8 കിട്ടി. ബൈ 5⁻³ ഇൻറ്റു 2⁻³ എന്ത് വരും, ഒരു 5ഉം ഒരു 2ഉം തമ്മിൽ ഗുണിച്ചാൽ 10, അടുത്ത 5ഉം 2ഉം ഗുണിച്ചാൽ 10, അടുത്ത 5ഉം അടുത്ത 2ഉം ഗുണിച്ചാൽ 10. അപ്പോൾ എത്ര വരും, 3 10 അല്ലേ. അതായത് എന്ത് വരും, 1000 വരും. അതായത് 1 ഇട്ടിട്ട് 3 10 ആണ്, അതുകൊണ്ട് 3 0 ഇട്ട് കൊടുത്തു. മനസ്സിലാവണില്ലേ. ഓക്കെ, ഇനി നോക്കിയാൽ 8/1000. 8/1000 നോക്കാം, നമ്മൾ 1 2 3 സ്ഥാനം നിൽക്കുമ്പോൾ പോയിന്റ് ഇട്ടാൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ 8 ഇട്ട് കൊടുത്തു, ഇനി 3 സ്ഥാനം, അപ്പോൾ 1 2. ഇപ്പം നോക്കിയാൽ 1 2 3, ഇവിടെ അങ്ങോട്ട് പോയിന്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇവിടെ ഒരു 0 നമ്മൾ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതിനെയും നമ്മൾ എന്താക്കി, ഡെസിമൽ ഫോമിലേക്ക് മാറ്റി അല്ലേ. അപ്പോൾ ഈ 3നെയും നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് മാറ്റിയല്ലോ. ഇനി നമുക്ക് എന്ത് വേണം, ഇതിൻ്റെ സമ്മ് കാണണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ സമ്മ് കാണുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇവ തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 1/5 പ്ലസ് 1/25 പ്ലസ് 1/125 അത് ആഡ് ചെയ്യുന്നതിന് പകരം ചെയ്താൽ മതി, ഇവർ തമ്മിൽ ആഡ് ചെയ്താൽ മതി അല്ലേ. 0.2 അതിൻ്റെ വാല്യൂ ആണിത്, ഡെസിമൽ വാല്യൂ 0.04 പ്ലസ് 0.008. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം എന്താ, പോയിന്റുകളൊക്കെ ഒരേ വരിക്ക് തന്നെ വരണം അല്ലേ. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എനിക്ക് 0.2 എന്ന് എഴുതി, പ്ലസ് ഇനി നോക്കിയാൽ 0.04 ആണ് അല്ലേ. അപ്പം നിങ്ങൾക്ക് പോയിന്റിൻ്റെ ഇടയിൽ തന്നെ വരണം കണ്ട. ഓക്കെ, ഇനി നോക്കിയാൽ ഇവിടെ 0 ഉണ്ട്, ഇനി 0.4 ഇങ്ങനെ തന്നെ എഴുതണം, അല്ലെങ്കിൽ തെറ്റിപ്പോവും. അപ്പോൾ ഈ പോയിന്റിൻ്റെ അടിയിൽ തന്നെ പോയിന്റ് വരണം, വൺസിൻ്റെ അടിയിൽ വൺസ് അല്ലേ, അതേ രൂപത്തിൽ നമ്മൾ എഴുതണം. ഇനി നോക്കിയാൽ 0.008 കണ്ട. ഇവിടെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആൻസർ തെറ്റി. ഇനി ആഡ് ചെയ്ത് നോക്കിയാൽ 8 4 2 0.20. അപ്പോൾ നമ്മൾ ആൻസർ എത്ര കിട്ടി, ഈക്വൽ ടു 0.248. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്കതിലെ രണ്ടാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. 1/5 പ്ലസ് 1/5⁻² പ്ലസ് 1/5⁻³ പ്ലസ് 1/5⁻4 അല്ലേ. ഇവ ഇതേപോലെ നമ്മൾ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ ദശാംശ രൂപത്തിൽ എഴുതണം അല്ലേ. നമുക്ക് ഇതേപോലെ തന്നെ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഇതിനെന്ത് ചെയ്യാം, 1/5നെ മാറ്റാൻ പോകും. 1/5നെ നമ്മൾ മാറ്റണോ, കാരണം ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ചോദ്യം ഇല്ലെങ്കിൽ നമ്മൾ ഇതേ രൂപത്തിൽ തന്നെ നിങ്ങൾ ചെയ്തിടണം. മനസ്സിലായില്ല. അപ്പം നമ്മളിപ്പോൾ നമ്മൾ ചെയ്തിട്ടത് കൊണ്ട് ഞാൻ വീണ്ടും ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ചോദിച്ചതെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്തിടണം അല്ലേ, എന്നാലും നമുക്ക് ഇങ്ങനെ ഉത്തരം കിട്ടുള്ളൂ. മനസ്സിലായില്ലേ. അപ്പോൾ ഓക്കെ, 1/5ന് നമുക്ക് എത്ര ആൻസർ കിട്ടിയെന്നൊക്കെ 0.2 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് അതും കൂടെ എഴുതിയാൽ മതി 0.2. ഇനി നോക്കിയാൽ 1/5ന്റെ സ്ക്വയർ അല്ലേ, അതിന് നോക്കിയാൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 1/5² എത്ര കിട്ടിയിട്ടുണ്ട്, 0.04 കിട്ടി അല്ലേ. നമുക്കറിയാം 1/5² എന്ന് പറഞ്ഞാൽ 1/25 ആണ് അല്ലേ. അതായത് 1/25 ആണ്. 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. അപ്പോൾ 1/25 ആണ് അല്ലേ. അപ്പോൾ 1/25 നമ്മൾ എഴുതിയിട്ടുണ്ട് എങ്ങനെ, 0.04 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ, 0.04. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കിയാൽ 1/5⁻³ അല്ലേ. 5⁻³ വെച്ചാൽ 5 × 5 × 5 അതായത് 125 അല്ലേ. 1/125 ആണ് 1/5³ എന്ന് പറഞ്ഞാൽ. അതും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അല്ലേ. എത്ര കിട്ടി നമുക്ക്, 0.008 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേണ്ടി ചെയ്യണോ, വേണ്ട അല്ലേ. 0.008 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് 3 നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതേപോലെ ഇങ്ങോട്ട് എടുത്തെഴുതി. ഇനി നോക്കി അടുത്ത ആളായിരുന്നു 1/5⁻4. ഇതിനെന്ത് ചെയ്യണം, ഇതിന് നമുക്ക് മാറ്റണം അല്ലേ. ഓക്കെ, മാറ്റാം. എന്ത് ചെയ്യണം, 1/5⁻4 എത്ര 5 ഉണ്ട് അടിയിൽ, 4 5 ഉണ്ട് അല്ലേ. അപ്പോൾ എത്ര 2 വേണം, 4 2 വേണം അല്ലേ. അപ്പോൾ എന്തുകൊണ്ട് ഗുണിക്കണം, 2⁻4 അല്ലേ. അപ്പോൾ 4 5 ഉണ്ടെങ്കിൽ 4 2 വേണം. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ,
ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഞാൻ 2⁴ കൊണ്ട് ഗുണിച്ചാലും മുകളിലും 2⁴ കൊണ്ട് ഗുണിക്കണം. അത് മറക്കാൻ പാടില്ല അല്ലേ? ഇനി നോക്കിയാൽ 1 × 2⁴ 1 ഇൻറ്റു പോട്ടെ 1 പോയി. ഇനി 2⁴ 2 × 2 × 2 × 2 എത്ര കിട്ടും? 2 × 2 4, 4 × 2 8, 8 × 2 16. അപ്പോൾ ഇവിടെ 16/5⁴ × 2⁴ എത്ര കിട്ടും? പെട്ടെന്ന് ഉത്തരം പറഞ്ഞേ. 1 എഴുതിയിട്ട് ഞാൻ എത്ര പൂജ്യം ഇടണം? 4 പൂജ്യം ഇടണം അല്ലേ? ചിലർ വേഗം ഉത്തരം പറഞ്ഞു 4 പൂജ്യം ഇടണം. എങ്ങനെ എനിക്ക് അങ്ങനെ കിട്ടിയത്? അങ്ങനെ കിട്ടിയത്? 5 × ഒരു 5ഉം ഒരു 2ഉം തമ്മിൽ ഗുണിച്ചാൽ 10, അടുത്ത 5 2ഉം ഗുണിച്ചാൽ 10, അങ്ങനെ എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട് അല്ലേ? അതായത് 4 10 വരും. അപ്പൊ 4 10 × 10 × 10 × 10. അപ്പൊ 1 ഇട്ടിട്ട് 4 പൂജ്യം 10ന്റെ ഓരോ പൂജ്യം ഇട്ട് കൊടുക്കുക. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ ഇത് നമുക്ക് എത്ര ആൻസർ കിട്ടി? 16 എത്ര കിട്ടി? 10,000 അല്ലേ? അപ്പൊ 1 2 3 4 4 സ്ഥാനം നീക്കി പോയിന്റ് ഇടണം. അപ്പൊ ഇവിടെ 16 എന്ത് ചെയ്യാം? 4 സ്ഥാനം നീക്കണം. അപ്പൊ 2 പൂജ്യം കൂടി ചേർത്ത് കൊടുത്തു. അപ്പൊ 1 2 3 4 ഇവിടെ പോയിന്റ് ഇട്ടു. ഇനി ഇവിടെ പൂജ്യം നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പൂജ്യം ഇട്ട് കൊടുക്കും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് 1/5⁴. ഇനി എന്ത് വേണം? ഇതിന്റെ ആൻസർ അല്ലേ? ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? അതായത് 1/5 + 1/5² + 1/5⁴ + 1/5⁴. നമുക്ക് എത്ര ആൻസർ കിട്ടും? ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക അല്ലേ? ഇത് 1 2 3 4 ഈ 4ഉം കൂടി ആഡ് ചെയ്യുക. ഇവിടെ നോക്കിയാൽ നമുക്ക് 4ഉം കൂടി ആഡ് ചെയ്യാൻ വേറെ എളുപ്പപ്പണിയില്ല. കാരണം ഇത് 1 2 3 ഇത് 3 നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ആദ്യത്തെ 3 എണ്ണം ആഡ് ചെയ്തിട്ട് നമുക്ക് ഇത്ര ഉത്തരം കിട്ടി നിൽക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഇതിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? ഇതും കൂടി അല്ലേ? 1/5⁴ എത്ര കിട്ടി? ഈ ഉത്തരം കിട്ടി അല്ലേ? അതും കൂടി ആഡ് ചെയ്താൽ പോരെ അല്ലേ? അപ്പൊ ഇങ്ങനെ ചെയ്യേണ്ടവർ ഇങ്ങനെ ചെയ്താൽ ആദ്യം മുതൽ ഈ 4 എണ്ണം ആഡ് ചെയ്യുക. അതല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ആദ്യത്തെ 3 എണ്ണം ആഡ് ചെയ്തതിന്റെ ഉത്തരം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ കൂടെ ആരെ ആഡ് ചെയ്താൽ മതി? ഇതും കൂടി ആഡ് ചെയ്താൽ മതി അല്ലേ? ഓക്കെ. അപ്പൊ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 0.248 അല്ലേ? ആദ്യത്തെ 3 കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഇത്ര കിട്ടി. അതിന്റെ കൂടെ 0.0016. അപ്പൊ പോയിന്റ് കറക്റ്റ് ഞാൻ പറഞ്ഞു അതിന്റെ അടിയിൽ തന്നെ വരാൻ തുടങ്ങി അല്ലേ? അപ്പൊ 0016 ഇങ്ങനെ തന്നെ എഴുതണം. എത്ര കിട്ടി നമുക്ക്? 6 8 1 9 4 2 അല്ലേ? 0.0. ഇതാണ് നമ്മുടെ ഉത്തരം. 0.2496. അപ്പൊ ഇങ്ങനെ ചെയ്യാത്തവരെന്ത് ചെയ്യുക? ആദ്യം മുതൽ ഈ 4ഉം കൂടി ആഡ് ചെയ്താലും മതി. മനസ്സിലായില്ല? അപ്പോൾ നമുക്ക് ഈ ഉത്തരം തന്നെ കിട്ടും. അപ്പോൾ അതൊക്കെയാണല്ലോ. ഇനി നമുക്ക് അതിലെ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. 1/2 + 1/2² + 1/2⁴ അല്ലേ? അപ്പൊ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് ചെയ്താൽ മതി. ആദ്യം എന്ത് ചെയ്യാം? 1/2 1/2നെ നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് മാറ്റാൻ പോകണം. എന്ത് ചെയ്യണം? 1/2നെ 1/2 ഇവിടെ ഒരു 2 ഉള്ളൂ. അപ്പൊ ഒരു 5 കൊണ്ട് ഗുണിക്കണം അല്ലേ? 5 കൊണ്ട് ഗുണിച്ചു. അപ്പൊ ഇവിടെയും ഞാൻ 5 കൊണ്ട് ഗുണിച്ചു. അപ്പൊ എത്ര കിട്ടി? 1 × 5 5/2 × 5 10 അല്ലേ? അപ്പൊ 5നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 5 ഇട്ടിട്ട് ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടാം. പോയിന്റ് അപ്പോൾ 0 അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിന്റെ ഉത്തരം കിട്ടിയാലോ? കിട്ടി. ഇനി 1/2² എന്ത് വരും? 1 അല്ലേ? 2². ഇതിനെ എന്തായിക്കണം നമുക്ക്? 2 2 അല്ലേ ഉള്ളത്? അപ്പൊ എത്ര 5 വേണം? 2 5 വേണം അല്ലേ? അപ്പൊ 2 5 വേണം. അപ്പൊ 5⁻². അല്ലേ? അപ്പൊ 2 5 കൊണ്ട് ഞാൻ ഗുണിക്കുന്നു. അപ്പൊ ഇവിടെ എന്ത് വേണം? 2 5 കൊണ്ട് ഗുണിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി നോക്കിയേ. 1 × 5⁻². 5⁻² എന്ന് പറഞ്ഞാൽ 25 അല്ലേ? 5 × 5 25 2² × 5². എന്ത് ചെയ്താൽ മതി? ഒരു 2ഉം ഒരു 5ഉം തമ്മിൽ ഗുണിക്കുമ്പോൾ 10, അടുത്ത 2ഉം അടുത്ത 5ഉം ഗുണിക്കുമ്പോൾ 10 അല്ലേ? അപ്പൊ 2 10 വരും. അതായത് 2 0 1 ഇട്ടിട്ട് 2 0 2 10 അല്ലേ? 10 × 10 10 × 10 100. ഓക്കെ. ഇനി നോക്കിയാൽ 25നെ 100 കൊണ്ട് ഡിവൈഡ് എന്ത് ചെയ്യുന്നു? 1 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടുക. അപ്പോൾ 0.25 അല്ലേ? ഒരു 0 നമ്മളോട് ചേർത്ത് കൊടുത്തു. അപ്പം അത് കഴിഞ്ഞു. ഇനി പിന്നെ 1/2³ എന്ത് കിട്ടും? 1/2³ അല്ലേ? എന്തുകൊണ്ട് ഗുണിക്കണം? എത്ര 2 ഉണ്ട്? 3 2. അപ്പം എത്ര 5 വേണം? 3 5 വേണം. അപ്പം 5³ കൊണ്ട് ഞാൻ ഗുണിക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെയും 5³ അല്ലേ? 5⁻³ കൊണ്ട് ഗുണിക്കുന്നു. എന്ത് കിട്ടും? 1 × 5³ 5 × 5 × 5 5 × 5 25 25 × 5 125 ബൈ ഇവിടെ എത്ര പൂജ്യം വരും? 1 ഇട്ടിട്ട് 10 × 10 10 × 10 10 × 10 അതല്ലേ? അതായത് 3 10 വരും അല്ലേ? അപ്പോൾ 1000 കിട്ടും അല്ലേ? ഇനി എത്ര വരും? 1 2 3 സ്ഥാനത്തേക്ക് പോയിന്റ് ഇട്ടു. അപ്പോൾ 0.125 അല്ലേ? ഇനി നമുക്കിവിടെ 0 ചേർത്ത് കൊടുത്തു.
ഇനി എല്ലാം കൂടി ആഡ് ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ കിട്ടാൻ പോകുന്നത് 1/2 പ്ലസ് 1/2² പ്ലസ് 1/2⁻³ എത്ര കിട്ടും നമുക്ക്? 3 കൂടി ആഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞാൽ തെറ്റാൻ പാടില്ല. 0.5 ഇട്ട് പ്ലസ് പോയിന്റ് ഇവിടെ തന്നെ വരണം 25 പ്ലസ് 0.125. അപ്പോൾ 5 5ഉം 2ഉം 7 1 2 3 5ഉം 8 പോയിന്റ് ഇട്ട് 0 ഇട്ട് കൊടുത്തു. അപ്പോൾ എത്ര വന്നു? 0.875. അപ്പോൾ അതിൻ്റെ ഉത്തരവ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. A 2-digit number divided by another 2-digit number gives 5.875. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു 2 ഡിജിറ്റ് രണ്ടക്ക സംഖ്യയെ വേറൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ഇത് ആൻസർ കിട്ടി. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദി നമ്പേഴ്സ്? ആ സംഖ്യകൾ ഏതൊക്കെയാണ്? ആ 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്നാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു 2 ഡിജിറ്റ് അതായത് രണ്ടക്ക സംഖ്യയെ വേറൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് ഈ ഉത്തരം കിട്ടിയത് അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് സംഖ്യകൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം 5.875നെ ഫ്രാക്ഷൻ ആക്കി നമുക്ക് എഴുതാം. ഭിന്നസംഖ്യ രൂപത്തിലാക്കി നമുക്ക് എഴുതാം അല്ലേ? അപ്പോൾ നമുക്ക് ഒരു സംഖ്യയെ വേറെ സംഖ്യയോട് ഡിവൈഡ് ചെയ്യുമ്പോൾ നല്ല മറ്റുള്ളത്, അതുകൊണ്ട് നമുക്കത് ഫ്രാക്ഷൻ ആക്കി എഴുതുന്നത് നമ്മൾ ആദ്യം. അപ്പോൾ ആദ്യം ചെയ്യുന്നത് 5.875നെ ഫ്രാക്ഷൻ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതുമ്പോൾ എന്ത് വരും? ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ? ആദ്യം നമ്മൾ പോയിന്റ് മാറ്റി നിർത്താം. പോയിന്റ് മാറ്റി നിർത്താൻ ബാക്കി എന്ത് വരും? ബാക്കിയുള്ള അല്ലാതെ എഴുതിക്കോ. 5 ഉണ്ട്, 8 ഉണ്ട്, 7 ഉണ്ട്, 5 ഉണ്ട് അല്ലേ? പോയിന്റ് കളഞ്ഞ് ബാക്കിയൊക്കെ എഴുതി. ഇനി നോക്കിയാൽ പോയിന്റ് കഴിഞ്ഞിട്ട് 1 2 3 അല്ലേ? 3 അക്കങ്ങളാണുള്ളത്. പോയിന്റ് കഴിഞ്ഞിട്ട് വലത്തോട്ട് 1 2 3. അപ്പോൾ നമ്മൾ അടിയിൽ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് അല്ലേ? 3 0 വേണം, അതായത് 1000. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതി 5875/1000 എന്ന് എഴുതി. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു അല്ലേ? ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ഈ സംഖ്യയെ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നതെന്ന് പറയാം അല്ലേ? പക്ഷേ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? ഒരു 2 ഡിജിറ്റ് നമ്പറിനെ മറ്റൊരു 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 2 ഡിജിറ്റ് ആണോ? അല്ല, ഇത് 4 ഡിജിറ്റ് നമ്പറിനെ 4 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വേണം? ഇതിനെ രണ്ടിനെ എന്ത് ചെയ്യണം? 2 ഡിജിറ്റ് നമ്പർ ആക്കി മാറ്റണം അല്ലേ? ഇത്രയുള്ള പണി. അപ്പോൾ നമ്മൾ ഇതിനെ രണ്ടിനെ എങ്ങനെ 2 ഡിജിറ്റ് നമ്പർ ആക്കാം? അപ്പോൾ അതിനുള്ള പണി എന്താ? നമുക്ക് രണ്ടിനെയും എന്ത് ചെയ്യാം? ഘടകങ്ങളാക്കാം, അതായത് ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ എങ്ങനെ ചെയ്യുന്നൊക്കെ? ആദ്യം 5875. ഓക്കെ, നോക്കിയാൽ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് നോക്കിയാൽ ഇവിടെ ഈവൺ നമ്പർ അല്ല അല്ലേ? അപ്പോൾ 2 കൊണ്ട് പറ്റില്ല. ഇനി 3 കൊണ്ട് പറ്റുമെന്ന് എങ്ങനെ അറിയാൻ പറ്റുക? 3 കൊണ്ട് പറ്റണമെങ്കിൽ ഇതല്ല, ഈ സംഖ്യകളൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? എല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കാം, അത് 3ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കാം അല്ലേ? അപ്പോൾ 5ഉം 8ഉം 13, 13ഉം 7ഉം 20, 20ഉം 5 25. അപ്പോൾ നമുക്കിവിടെ എല്ലാം കൂടി കൂട്ടിയപ്പോൾ 25 കിട്ടി അല്ലേ? 25നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? അതായത് 25നെ നമുക്ക് പൂർണ്ണമായിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനെയും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ? ഇനി ഇതിനെ പറ്റെന്തുകൊണ്ടാണ്? 5 കൊണ്ടാ പറ്റുള്ളൂ. ഇവിടെ 5 അല്ലേ? അപ്പോൾ 5 0 15 നമുക്കറിയാം 5 കൊണ്ട് പറ്റുമെന്നറിയാം. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നു. 5ൽ ഒരു 5 അല്ലേ? ഒരു പ്രാവശ്യം. 8ൽ എത്ര 5 ഉണ്ട്? ഒരു 5 ഉള്ളു അല്ലേ? ബാക്കി ഇവിടെ എത്ര വരും? 5 കഴിഞ്ഞിട്ട് ബാക്കി 3 വന്നിട്ടുണ്ട് അല്ലേ? 3. അപ്പോൾ 37. 37ൽ എത്ര 5 ഉണ്ട്? 7 5 അല്ലേ? അപ്പോൾ 7 × 5 35 അല്ലേ? അപ്പോൾ 7 5 ഉണ്ട്. അപ്പോൾ 7 × 5 35. ബാക്കി ഇവിടെ 2 വരുന്നുണ്ട് അല്ലേ? 2 വന്നു. അപ്പോൾ ബാക്കി ഇവിടെ 25. 25ൽ എത്ര 5 ഉണ്ട്? 5 5 അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, 3 കൊണ്ട് പറ്റില്ല. എന്താണ്? 1 1 2, 2ഉം 7ഉം 9, 9ഉം 5ഉം 14 അല്ലേ? അപ്പോൾ 14 നമുക്ക് 3 കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് 3 കൊണ്ട് പറ്റില്ല. ബാക്കി 5 കൊണ്ടാ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ 5 വീണ്ടും എഴുതി. 1ൽ പോവില്ല. ബാക്കി എത്ര? 11ൽ എത്ര 5 ഉണ്ട്? 2 5 അല്ലേ? അപ്പോൾ ഇവിടെ 10 വരുള്ളൂ, 10. ബാക്കി ഇവിടെ 1 ഉണ്ട്. അപ്പോൾ 1ഉം 7 17 ആയി. 17ൽ എത്ര 5 ഉണ്ട്? 3 5. 3 × 5 15 വരുള്ളൂ അല്ലേ? ബാക്കി ഇവിടെ 2 ഉണ്ട്. 25. 25ൽ എത്ര 5 ഉണ്ട്? 5. 5 × 5 25. അപ്പോൾ നമുക്കിവിടെ 235 കിട്ടി. ഇനി വീണ്ടും ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കാം. വീണ്ടും ഇവിടെ നമുക്ക് 5 കൊണ്ട് ഹരിക്കാൻ പറ്റുള്ളൂ. 23ൽ എത്ര 5 ഉണ്ട്? 4 5 അല്ലേ? 4 5. 5 × 4 20. ബാക്കി ഇവിടെ ഒരു 3 ഉണ്ട് അല്ലേ? 3ഉം ഉണ്ട്, ഇവിടെ 5ഉം ഉണ്ട്. അപ്പോൾ 35. 35ൽ എത്ര 5 ഉണ്ട്? 7 × 5 അല്ലേ? 7 × 5 35. അപ്പോൾ 7. അപ്പോൾ ഇവിടെ നമുക്ക് 47 കിട്ടി. ഇനി 47 നോക്കിയാൽ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഈവൺ നമ്പർ അല്ല അല്ലേ? ഓഡ് നമ്പറാണ്. അപ്പോൾ 2 കൊണ്ട് പറ്റില്ല. 3 കൊണ്ട് പറ്റുമോ?
4ഉം 7ഉം 11 11നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെയും പറ്റില്ല. ഇനി 5 കൊണ്ട് പറ്റുമോ? 5 കൊണ്ടും പറ്റില്ല അല്ലേ? 6 കൊണ്ടും പറ്റില്ല, 7 കൊണ്ടും പറ്റില്ല. അപ്പോൾ ഇതെന്താണ് സംഭവം? ഇതൊരു പ്രൈം നമ്പർ ആണ്, അതായത് അഭാജ്യ സംഖ്യയാണ് അല്ലേ? ഇതിനെ ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ 5875നെ എങ്ങനെ എഴുതാൻ പറ്റും? 5875നെ 5 × 5 × 5 × 47 എന്ന് എഴുതാം. ഇതിനെ 5 × 5 × 5 × 47 ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് 1000 ഇവിടെ നോക്കിയാൽ നമുക്കിതൊക്കെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? 0 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 500. അതൊക്കെ എല്ലാവർക്കും വേഗം ചെയ്യാൻ പറ്റും അല്ലേ? പകുതി എടുത്തു, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും നമുക്ക്? 250 കിട്ടി അല്ലേ? അതിൻ്റെ പകുതി. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും നമുക്ക്? 125 കിട്ടി, അതിൻ്റെ പകുതി അല്ലേ? ഇനി നമുക്ക് നോക്കിയാൽ ഇനി 2 കൊണ്ട് പറ്റില്ല. ഇനി ഏതുകൊണ്ടാണ് പറ്റുള്ളൂ? നമുക്ക് 5 കൊണ്ടേ പറ്റുള്ളൂ. 5 അല്ലേ? 125ന് എത്ര 5 ഉണ്ട്? 12ൽ ഒരു 5 അല്ലേ? സോറി 2 5 അല്ലേ? 2 5. ഇനി 25ലോ 5 5 അല്ലേ? 5 5. അപ്പോൾ 25 കിട്ടി. ഇനി നമുക്ക് നോക്കിയാൽ വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 പ്രാവശ്യം അല്ലേ? അപ്പോൾ നമുക്ക് നോക്കിയാൽ ഈ 1000ന് 2 × 2 × 2 × 5 × 5 × 5 കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ബൈ 1000നെ നമ്മൾ എഴുതാൻ പോകണം എങ്ങനെ? 5 × 5 × 5 × 2 × 2 × 2 അല്ലേ? 2 × 2 × 2. ഇനി എന്ത് ചെയ്യുന്നൊക്കെ എന്നൊക്കെയാ? ഇവിടെ ഒരു 5 ഇവിടെ ഒരു 5 ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ ഒരു 5 ഇവിടെ ഒരു 5 ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ ഒരു 5 ഇവിടെ ഒരു 5 ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി മുകളിൽ എന്ത് വന്നു? 47 ബൈ 2 × 2 4 4 × 2 8. ഓക്കെ, അത്രയും കിട്ടിയോ? കിട്ടിയിട്ടില്ല. എന്താണ് കാരണം? നമ്മളോട് എന്താ പറഞ്ഞത്? ഒരു 2 ഡിജിറ്റ് നമ്പറിനെ മറ്റൊരു 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് ഇത് കിട്ടുന്നത് അല്ലേ? പക്ഷെ ഇവിടെ മുകളിൽ 2 ഡിജിറ്റ് വന്നു, അടിയിൽ 2 ഡിജിറ്റ് വന്നിട്ടില്ല. എന്താ? ഒരു ഡിജിറ്റ് ഉള്ളൂ അല്ലേ? 8 മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഇവിടെ 2 ഡിജിറ്റ് അല്ലേ? 2 അക്കം വന്നു, ഇവിടെ 2 അക്കം വന്നിട്ട് ഒരു അക്കം ഉള്ളൂ. അപ്പൊ ഇതിന് നമുക്ക് വീണ്ടും മാറ്റേണ്ടി വരും. എങ്ങനെ മാറ്റം? നമുക്ക് ഇതിനെയും 2 ഡിജിറ്റ് ആക്കണം അല്ലേ? അപ്പൊ അതിന് എളുപ്പപ്പണി എന്താണ്? ഇതിനെ നമുക്കൊന്ന് 2 കൊണ്ടൊന്നും കൂടി ഗുണിച്ചു നോക്കാം. അപ്പൊ ഇതിനൊന്ന് 2 കൊണ്ട് ഗുണിച്ചു നോക്കിയേ, അത് 47/8 അല്ല? ഇത് നമുക്ക് കിട്ടിയ ഉത്തരം. അപ്പൊ ഞാൻ ഇതിനെയും 2 കൊണ്ട് ഗുണിക്കുന്നു, ഇവിടെയും 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ എന്ത് വന്നു? 47 × 2 7 × 2 14, ബാക്കി 1 2 × 4 8 8 1 9. ഇവിടെ എനിക്ക് 94 എന്ന് കിട്ടി. ബൈ ഇവിടെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴോ 8 × 2 16 അല്ലേ? അപ്പൊ ഇവിടെ നോക്കിയാൽ ഒരു 2 അക്ക സംഖ്യയെ വേറെ 2 അക്ക സംഖ്യ കൊണ്ട് നമ്മൾ ഗുണിച്ചപ്പോൾ എത്ര കിട്ടി? ഈ സാധനം നമുക്ക് കിട്ടി. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇനി നമുക്ക് അടുത്ത ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.